നമ്മുടെ കുഞ്ചുവിനെ കുറിച്ച് എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നു കേട്ടോ. അസുഖം മാറിയോ, കുഞ്ചു എന്താ കാട്ടണേ, ഫുഡ് കഴിക്കാൻ തുടങ്ങിയോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോണ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, ഇടണം എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ എങ്കിൽ പറ്റിയില്ല. കാരണം നമ്മൾ പോയത് പെരും മഴയത്തായിരുന്നു. അപ്പോൾ കോട്ടൊക്കെ ഇട്ടിട്ട്, ഞാനും കോട്ടിട്ട്, മോളും കോട്ടിട്ട്, പിന്നെ നമ്മുടെ കുഞ്ചുവിനെ കൂട്ടിനകത്താക്കിയിട്ട് വേറൊരു കോട്ടും കൊണ്ട് അതും പൊതിഞ്ഞോടത്തേക്കായിരുന്നു. അപ്പോൾ പെരും മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് തന്നെ വീഡിയോ എടുത്തില്ല. പിന്നെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ചെറുതായിട്ട് എടുത്തെങ്കിലും ഡോക്ടർ പറഞ്ഞു ഉള്ളിൽ കയറിയിട്ട് ഉള്ളിൽ വീഡിയോ ഒന്നും അലൗഡ് അല്ലാന്ന്. അപ്പോൾ പിന്നെ ഈ പോയ കാര്യം മാത്രം കാണിച്ചിട്ട് വലിയ കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ആ വീഡിയോ ഒന്നും ഇടാതിരുന്നത്. പിന്നെ നമ്മുടെ കുഞ്ചു ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയ വെച്ചാൽ കുഞ്ചു നന്നായിട്ട് ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ മരുന്ന് തന്നു. മരുന്ന് വിശപ്പിനുള്ളതും ദഹനത്തിനുള്ളതൊക്കെ ആയിട്ടാണ് മരുന്ന് തന്നത്. അപ്പോൾ അത് കഴിച്ചതിന് ശേഷം ഇപ്പോൾ വലിയ പ്രശ്നമില്ലാതെ കുട്ടി ഭക്ഷണം കഴിക്കുന്നുണ്ട്, നല്ല ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ പാവമാണ് കേട്ടോ ആൾ. ഇതേണ്ടില്ലേ, കുഞ്ഞുകുട്ടി ഒപ്പം പോയി നിന്നിട്ടും അവനൊന്നും ചെയ്യുന്നൊന്നുമില്ല. ഇതേ സ്ഥാനത്ത് തക്കുടുവാണെങ്കിൽ നമ്മുടെ കുഞ്ഞുകുട്ടി ഏത് വഴിക്കാണ് ഓടുക എന്ന് പോലും അറിയില്ല കേട്ടോ. അപ്പോൾ തക്കുടു ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ കുഞ്ചുവിന് ചിക്കൻ എടുത്തിട്ട് വരണമൊക്കെ തക്കുടു കണ്ടിട്ട് എൻ്റെ പിന്നാലെ കൂടി കുഞ്ചുവിനെ കൂട്ടുന്ന പുറത്തെടുത്ത് ഫുഡ് കൊടുക്കാനാകുമ്പോഴത്തേനും അവളുടെ വയറ് നിറച്ചിട്ട് അവൾ പോയിട്ടാ. അവൾ ഇന്നലെ വീട്ടിൽ നിന്ന് വൈകുന്നേരം പോയിട്ട് ഇന്നിപ്പോൾ രാവിലെയാണ് വന്നിരിക്കുന്നത്. 7-7:30 ആകുമ്പോഴത്തേനും വന്നു. എൻ്റെ അടുത്ത് വന്ന് വീട്ടിനുള്ളിൽ കയറി വന്ന് കുറേ നേരം ഞങ്ങളുടെ കൂടെ കളിച്ച് ഇവിടെ നിന്ന് എന്നിട്ടാണ് പോയത്. അപ്പോൾ രാവിലത്തെ കുട്ടികളെ പറഞ്ഞയക്കുന്ന തിരക്കൊക്കെ കാരണം തക്കുടിൻ്റെ പിന്നാലെ നടക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും തന്നെ പറ്റില്ല. അതേപോലെ ഇപ്പോൾ നമ്മുടെ അർജുൻ എന്ന് പറഞ്ഞ സഹോദരന് വേണ്ടിയിട്ട് തിരച്ചിലാണല്ലോ. അപ്പോൾ ഓരോ ന്യൂസിലും ഏത് ന്യൂസാണ് പുതിയതായിട്ട് വരുന്ന അപ്ഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുക അതൊന്നും പറ്റുന്നില്ല. അപ്പോൾ കുഞ്ചു എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ചുവിൻ്റെ കാര്യം അറിയാനായിട്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മാറിയോ, ഫുഡ് കഴിക്കുന്നുണ്ടോ എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇന്ന് പിന്നെ ഇങ്ങനൊരു വീഡിയോ ഇടാൻ തന്നെ ഞാൻ തീരുമാനിച്ചത്. അപ്പോൾ അതാ നമ്മുടെ കുഞ്ചു ഫുഡ് കഴിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ ഇത്രത്തോളം എൻ്റെ കുട്ടി ഇങ്ങനെ ഒരു ഭക്ഷണം പോലും വയറ്റിലേക്ക് ആക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. ഇപ്പോൾ ഇതാ ഇത്രത്തോളം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ട് ഡോക്ടർ കുഞ്ചുവിനെ കൊണ്ടുപോയ ശേഷം വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഞ്ചുവിനെ കൊണ്ടുവരണ്ട, എന്നോട് മാത്രം വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയി. അപ്പോൾ ഇന്നലെ ഞാൻ പോയി മരുന്ന്, അപ്പോൾ വിറ്റാമിൻ ഉള്ളതും കൂടിയിട്ടാണ് എഴുതി തന്നിരിക്കുന്നത്, സപ്ലിമെൻറ്റ്സ് ക്ഷീണം മാറാനും ഒക്കെ ആയിട്ട്. അപ്പോൾ അതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നലെ മുതൽ അതും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മരുന്ന് കൊടുക്കണമെങ്കിൽ കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. നല്ലോണം തലേനെ പിടിച്ച് അമർത്തി വെച്ചിട്ടാണ് വായ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു വിടുന്നത്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ മരത്തിൽ കയറിയപ്പോൾ എന്തിനാ അതിൻ്റെ പിന്നാലെ പോണത്, അത് പൊയ്ക്കോട്ടെ, എന്തിനാ അതിനെ പിന്നാലെ പോയി പിടിച്ചെടുക്കാൻ നിൽക്കണത്, എവിടേക്കാ പോകണേ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞില്ലേ. എങ്ങാനും അത് പോയതാണെങ്കിൽ ഇതുമാതിരി അത് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമോ, ഇനി എവിടെയെങ്കിലും പോയിട്ട് അതിന് ഭക്ഷണം കിട്ടുമോ എന്നൊന്നും അറിയില്ല കേട്ടോ. നമുക്ക് കുഞ്ചുവിൻ്റെ വായിൽ നിന്ന് പറിച്ചെടുക്കാൻ നോക്കുകയാണ്. ഇതാ ചിക്കന് മസാല തേക്കുമ്പോഴത്തേനും പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഓടിയതാണ്. പക്ഷേ മസാല തേച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ മുളകും ഉപ്പിനെയൊക്കെ കഴുകി കളഞ്ഞിട്ടാണ് ഞാൻ ചിക്കനും കൊണ്ട് വന്നത് കുട്ടിക്ക് കൊടുക്കാനായിട്ട്. ഭക്ഷണം കഴിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിനൊരു സമാധാനമാണ് കേട്ടോ. എത്ര ദിവസം എന്നറിയോ, ഭക്ഷണവും വേണ്ട വെള്ളവും വേണ്ട. അപ്പോൾ ഇന്നലെ ആൾ ഇത്തിരി ഉഷാറായപ്പോൾ കുറേ ദിവസമായി ഇപ്പോൾ ആൾ കുളിക്കാനൊന്നും പോകണില്ല, അല്ലെങ്കിൽ വിട്ടാൽ കുളിക്കാൻ പോകുന്ന ആളാണ്. അപ്പോൾ ഇന്നലെയാണ് വൈകുന്നേരത്ത് ഭക്ഷണമൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നേരെ ആൾ കുളിക്കാൻ പോകാറുണ്ട്. വട്ടയിൽ തന്നെ പോയിരുന്ന് മെല്ലെ ഒന്ന് കുളിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അധികം കുളിക്കാൻ വിട്ടില്ല, നല്ല മഴയാണ്, എന്തായാലും ഉണങ്ങൂല. ഇനി പനിയും കൂടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പറയണ്ടല്ലോ. അപ്പോൾ ഇന്നലെ ഡോക്ടറെ കണ്ടപ്പോഴും ഡോക്ടർ പറഞ്ഞത് ഫീവർ ഒന്നുമില്ല, എന്തോ ഫുഡ് കഴിച്ചത് ശരിയല്ലാത്തത് കൊണ്ടാണ്, അത് മാറിക്കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ആ മരുന്നിനെ കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് നമ്പർ വേണം പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു. അപ്പോൾ ഡോക്ടർ തരില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ ധോണിയിൽ നിന്ന് വരുന്നതാണ്, അപ്പോൾ എനിക്ക് രാത്രി സമയങ്ങളിലൊക്കെ എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിക്കാമല്ലോ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ലാസ്റ്റ് എനിക്ക് ഡോക്ടർ വാട്സപ്പ് നമ്പർ തരികയാണ് ചെയ്തിട്ടാ. അപ്പോൾ മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ കാണുകയാണെങ്കിൽ റിപ്ലൈ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ സാറിന് വലിയ താങ്ക്സ് തന്നെ പറയണം, അങ്ങനെ ആർക്കും കൊടുക്കൂല വേഗത്തിൽ. അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനത്തെ ജീവികളെയും കൊണ്ട് പോയത് കൊണ്ടാവാം എനിക്കത് തരാനുള്ള കാരണം കൂടെ. അപ്പോൾ നമ്മുടെ കുഞ്ചുവിനെ കണ്ടല്ലോ അല്ലേ. ഇതാ എൻ്റെ കുട്ടി നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ. കുഞ്ചുവേന്ന് വിളിച്ചു കഴിഞ്ഞാൽ കുഞ്ചു ഷൂ 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 പറഞ്ഞിട്ട് വിസിലടിച്ചുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ എൻ്റെ കുഞ്ചുകുട്ടി ഇതാ നോക്കി, ഇനി ഉത്തരത്തിലേക്ക് കയറാനുള്ള വഴി നോക്കി. പൂച്ച വരുമ്പോഴത്തേന് കാല് പൊന്തിക്കണേ. അന്ന് അടുത്ത് പോയപ്പോൾ മിണ്ടാതിരുന്നത് വയ്യാത്തത് കൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ കാല് പൊന്തിക്കണുണ്ടേ കുഞ്ചു.
കുഞ്ചു ഒന്ന് വിളിയേട്ടെ. കുഞ്ചു കുഞ്ചു നോക്കുന്നുണ്ട്, വിളി കേൾക്കാനൊന്നുമല്ല, എൻ്റെ കയ്യിൽ ഫുഡ് കൊണ്ടാന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതിന് ഫുഡൊക്കെ കൊടുത്തിട്ട് ഒന്ന് വെളിയിലൊക്കെ വിട്ട് ഇത്തിരി വെയിലൊക്കെ കൊള്ളിക്കട്ടെ.